ടഫുള്ള ആൾക്കാരുടെ അങ്ങനത്തെ ഒരു ടീമാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഫ്യൂച്ചറിൽ ഇവരുടെ ടീമിൽ നിന്ന് കുറച്ച് നല്ല പ്രൊജക്ട്സ് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഞാൻ അഭിനയിക്കുന്നുള്ളതല്ല, ഇവർ ആരെ വെച്ച് പടം ചെയ്തായിരുന്നു അതിനകത്ത് ഭാഗമാകാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. ഇനി ഭാഗമല്ലെങ്കിലും ഈ ഒരു വേളയിൽ എനിക്ക് പറയാനുള്ളത് നല്ല സിനിമകൾ നമുക്ക് ഇവരുടെ ടീമിൽ നിന്ന് കിട്ടുമെന്നാണ്. മിക്ക സ്ഥലത്തും ഫുൾ ഹൗസ്ഫുൾ ഷോസ് ആണ്. അതെല്ലാം ഞങ്ങളെല്ലാവരും അറിയിക്കുന്നുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി കുറച്ച് പൈസ കിട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫിലിമിൽ ഹാപ്പിയാണ്, ഫിലിമിൻ്റെ അഭിപ്രായത്തിൽ ഹാപ്പിയാണ്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ പ്രേക്ഷകർ നിങ്ങളും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് വേണം പടം നല്ല രീതിയിലാണെങ്കിൽ വേണം ഒന്ന് മുന്നോട്ട് പോകാൻ. അതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്താ പറയുക, എക്സൈറ്റഡ് ആണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് പടമാണ് മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ്. ചെറുപ്പം തൊട്ടേ ആഗ്രഹമുള്ള ഇൻഡസ്ട്രി ആയിരുന്നു. ഒരു ഫിലിം ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫിലിം കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലർ പറയും ചില ഫിലിംസ് കാണുമ്പോൾ നമുക്കത് ഇൻസ്പിറേഷൻ ആണെങ്കിൽ ഇൻസ്പിറേഷനും നെഗറ്റീവ് ആണെങ്കിലും അത് ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ ഈ പടം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസം എന്ന് പറയുന്നത് ഈ പടത്തിലൂടെ ആൾക്കാരിലേക്ക് കുറച്ച് വാല്യൂസ്, മോറൽസ് ഒക്കെ കിട്ടും. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കുറച്ച് മോറൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ള വലിയൊരു കാര്യമാണ്. ഇത് കുറച്ച് എൻ്റെ ഒരു പരിചയത്തിൽ അച്ഛന്മാരും അല്ല എനിക്ക് പരിചയമില്ലാത്ത അച്ഛന്മാർ ഉൾപ്പെടെ അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ മെസ്സേജുള്ളൊരു പടമാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. നല്ലൊരു പടം ചെയ്യാൻ പറ്റിയത് സന്തോഷിക്കുന്നു. അമ്മമാർ കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. പിന്നെ വിജയം തോൽവി അത് ഈ പറഞ്ഞ പോലെ ഡിപ്പെൻസ്, പല കാരണങ്ങൾ കൊണ്ടും ഡിപ്പെൻസ്. പക്ഷേ നല്ലൊരു പടം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ പടം നല്ല രീതിയിൽ ഓടുന്നു എന്നുള്ളത് അതിനേക്കാൾ വലിയ ഹാപ്പി. നമ്മൾ വിചാരിച്ചേക്കാൾ നല്ല രീതിയിൽ പടം കയറുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഭയങ്കര അതൊരു സമയം. ഒന്നാം സ്കൂളിൽ പോകുന്ന സമയമാണ്. പല ഫാമിലീസിനും ഈ പറഞ്ഞ പോലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയം അവധി സമയം നോക്കിയേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള പരാതികളും വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിലും പടം കാണാൻ ആൾക്കാർ സമയം കണ്ടെത്തി പോകുന്നതിൽ ഒരുപാട് സന്തോഷം. ഈ ഇത്രയും തന്ന സപ്പോർട്ട് ഇനിയും നമ്മുടെ പടത്തിന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും പടത്തെ വിജയിപ്പിക്കുക. താങ്ക് യു. ആ കാര്യത്തിലൊക്കെ നമ്മുടെ കേരളൈറ്റ്സ് ഭീകരന്മാരാണ്. അവരങ്ങനെ ഇൻസൾട്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ തീർന്നില്ലേ? മറ്റേ ബലൂൺ കാറ്റ് ഇട്ട് കഴിഞ്ഞാൽ പോകുന്ന പോക്കില്ലേ, അതുപോലെ അങ്ങ് തിയേറ്ററിൽ നിന്ന് ഞാൻ പറന്നു പോകും. അപ്പൊ ഇതൊക്കെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്? അത് ചിന്തിക്കുന്നത് ചിന്ത ഇപ്പൊ തന്നെ വരുന്നതാണല്ലോ. അതിപ്പോ നമുക്ക് ചിന്തയെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഒരു സ്ഥലത്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാം. ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഈ സഭാകമ്പമുള്ള ആൾക്കാരുടെ പ്രശ്നം. അത് എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ ജോലിയാണ്, ഇതെന്റെ ജോലിയുടെ ഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു ആക്ടർ അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ക്രൗഡിനെ ഫേസ് ചെയ്യേണ്ട അവസ്ഥ അങ്ങനെ വരില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ഫാമിലി ഫ്രണ്ട്സോ റിലേറ്റീവ്സിന്റെ കല്യാണം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോകുന്നതല്ലുണ്ട്. അവിടെ പിന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടല്ലോ. ഇവിടെ ഇപ്പം മീഡിയയിൽ ഇത്രയും പേരുണ്ട്. എനിക്ക് ഇതിനകത്ത് 90% ആൾക്കാരെയും ബൈ ഫേസ് അറിയാം, 50% ആൾക്കാരുടെ പേരുകൾ അറിയാം. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഞാൻ അക്നോളജ് ചെയ്യണമല്ലോ. ഇതൊരു വളരെ ബുദ്ധിമുട്ടാണ് അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലേ? ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പം വൈശാഖമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും വേറെ അപ്പുറത്തുനിന്ന് ഇപ്പം ചേട്ടൻ വന്നു വിചാരിക്കുക. ചേട്ടൻ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുമില്ല, പക്ഷെ ചേട്ടനെ ഞാൻ അക്നോളജ് ചെയ്യുകയും വേണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഭയങ്കര ഡൈസി സിറ്റുവേഷനാണ്. അപ്പോൾ പണ്ട് ഞാൻ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആണ്. അവിടെ ഒരു ആനി പാൽ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ഭയങ്കര മിടിക്കായിരുന്നു കേട്ടോ. സിസ്റ്റർ എന്ന് ചെയ്തുകൊണ്ടിരുന്നത്, സിസ്റ്റർ വരുമ്പോഴത്തേക്കും മലയാളി കുടുംബങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഈവനിങ് വാക്കിന് വേണ്ടി സിസ്റ്റർ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയച്ഛനും അതേപോലെ ബാക്കി മലയാളി ഫാമിലീസിലുള്ള അങ്കിളുമാരും ആൻറ്റിമാരൊക്കെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആനിപ്പോൾ സിസ്റ്റർ കാണുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും കുറുപ്പേ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ആ സമയത്തായിരിക്കും വർഗീസ് അങ്കിൾ അവിടെ നിന്ന് വരുന്നത്. അപ്പം രണ്ട് കൈ ഉണ്ടല്ലോ. അപ്പം ഒരു കയ്യിൽ കുടയുണ്ട് സിസ്റ്ററിൻ്റെ. സിസ്റ്റർ കുട എടുത്ത് കഷത്തി വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ കൈ പിടിക്കും, വർഗീസ് അങ്കിളുടെ കൈ പിടിക്കും. മൂന്നാമത് പീറ്ററങ്ങൾ വരുമ്പോഴത്തേക്കും പിന്നെ കൈയില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ കൈ ആയിരിക്കും അടുത്ത കഷത്തി വെച്ചത്. എന്നിട്ട് പീറ്ററങ്ങൾ കൈ കൊടുക്കും, എന്നിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു ടാലൻ്റാണ്. പക്ഷെ
അത് എല്ലാവർക്കും നടക്കില്ല. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്.